ഇപ്പോൾ കിട്ടിയതാരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ആദ്യം പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കൂട്ടനടപടിയുമായി ആദായനികുതി വകുപ്പ്. കോൺഗ്രസിന് പിന്നാലെ CPIക്കും നോട്ടീസ് അയച്ചു. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് പഴയ പാൻ കാർഡ് ഉപയോഗിച്ചതിനാൽ 23 കോടി രൂപ കുടിശ്ശികയായെന്ന് നോട്ടീസിൽ പറയുന്നു. തൃണമൂൽ കോൺഗ്രസ് MP സാകേത് ഗോഖലെയ്ക്ക് 72 മണിക്കൂറിനിടെ 11 നോട്ടീസുകളാണ് ലഭിച്ചത്. നികുതി റിട്ടേൺ സമർപ്പിച്ചപ്പോൾ അക്കൌണ്ട് നമ്പർ വിട്ടുപോയതിന് 15 കോടി രൂപ പിഴയിട്ട നടപടിക്കെതിരെ CPIM ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, തിരഞ്ഞെടുപ്പെടുത്ത സമയമാണ്. BJP സർക്കാർ ഏജൻസികളെ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുവെന്ന ഹർജി ഇപ്പോഴും കോടതിക്ക് മുന്നിലുണ്ട്. ഇതിനിടെയാണ് ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ് വിവിധ പാർട്ടികൾക്ക് ലഭിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? പ്രവിധ, തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഏറ്റവും കടുത്ത നടപടി ഉണ്ടായത് കോൺഗ്രസിന് നേരെ തന്നെയാണ്. കോൺഗ്രസിന് 1823 കോടി രൂപയുടെ പിഴ അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നും, ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റതിന് പിന്നാലെയാണ് പുതിയ നോട്ടീസ് ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നിയമ പോരാട്ടം തുടരുമെന്നും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ കോൺഗ്രസ് സംഘടിപ്പിക്കും. ഇതുകൂടാതെ CPIക്കും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നു. CPIക്ക് 3 വർഷങ്ങളിൽ 2014 മുതൽ 17 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ച ഘട്ടത്തിൽ 4 സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശ്, ആന്ധ്ര, തെലങ്കാന കൂടാതെ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ റിട്ടേണുകൾ സമർപ്പിച്ച ഘട്ടത്തിൽ പാൻ വിവരങ്ങൾ ഉൾപ്പെടുത്തിയതിൽ CPIയുടെ പഴയ പാൻ കാർഡ് വിവരങ്ങൾ ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് വൻതുക തന്നെ പിഴ ഈടാക്കിയിരിക്കുന്നത്. 23 കോടി രൂപ പിഴ അടയ്ക്കാനാണ് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നിയമ നീക്കങ്ങൾ ആരംഭിച്ചു എന്ന് CPI വ്യക്തമാക്കിയിരിക്കുന്നു. CPIM-നാകട്ടെ 2023-ലാണ് ഈ നോട്ടീസ് ലഭിക്കുന്നത്. 2023 ലഭിച്ച ഈ നോട്ടീസിൽ പ്രധാനമായും 2017-18 സാമ്പത്തിക വർഷത്തിൽ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ 100 കണക്കിന് അക്കൗണ്ട് നമ്പറുകളിൽ നിന്നും ലഭിച്ച സംഭാവനകൾ നൽകുന്നതിൽ ഒരു അക്കൗണ്ട് നമ്പർ വിട്ടുപോയി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 24 കോടി രൂപയുടെ തുകയ്ക്ക് 15.59 കോടി രൂപ പിഴ അടയ്ക്കാനാണ് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ ആദായ നികുതി വകുപ്പിന്റെ അതോറിറ്റിയെ സമീപിച്ചെങ്കിലും അവിടെ നിന്നും ആശ്വാസം ലഭിച്ചില്ല. തുടർന്ന് ഡൽഹി ഹൈക്കോടതിയെ CPIM സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രവിത. ശ്രീ ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കൂട്ട നടപടിയുമായി ആദായ നികുതി വകുപ്പ്. ആദായ നികുതി വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. നാളെ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാൻ PCCകൾക്ക് നിർദ്ദേശം നൽകി. ലോക്സഭാ മണ്ഡലം അടിസ്ഥാനമാക്കിയുള്ള പ്രതിഷേധത്തിന് സ്ഥാനാർത്ഥികൾ നേതൃത്വം നൽകും. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, ഏത് തരത്തിലായിരിക്കും പ്രതിഷേധം? പ്രവിധ, ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും നാളെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം. PCCകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ അടിസ്ഥാനത്തിലും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്, നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ മുതിർന്ന നേതാക്കളടക്കം ഈ ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ AICC അറിയിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, മണ്ഡലം അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ ഈ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ സ്ഥാനാർത്ഥികൾ നേതൃത്വം നൽകും. അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിരിക്കെ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുമുണ്ടായ ഈ നടപടിയിൽ വ്യാപകമായ പ്രതിഷേധം കോൺഗ്രസ് ഉയർത്തുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് തെരുവിലടക്കം ഈ ഒരു വിഷയം രാഷ്ട്രീയമായി തന്നെ നേരിടാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നാളെ PCCകൾക്കാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന് തുടരുക. അതിനിടെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഡൽഹി രാംലീല മൈതാനത്ത് ഇന്ത്യ മുന്നണി മറ്റന്നാൾ നിശ്ചയിച്ചിട്ടുള്ള മഹാറാലിക്ക് പോലീസിന്റെ അനുമതി. മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, ശരത് പവാർ, തേജസ്വി യാദവ് തുടങ്ങിയ നേതാക്കൾ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കും. നിതിൻ, ഈ പ്രതിഷേധത്തിന് എന്തായാലും ഇപ്പോൾ പോലീസിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയല്ലേ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്? പ്രതിഷേധത്തിന്റെ വഴി അതെങ്ങനെയാകും?
പ്രവിധ, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് മറ്റന്നാൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തും മഹാറാലി പ്രഖ്യാപിച്ചത്. ഈ ഒരു മഹാറാലിക്ക് ഇപ്പോൾ ഡൽഹി പോലീസ് അനുമതി നൽകിയിട്ടുണ്ട്. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഈ പരിപാടി രാംലീല മൈതാനത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. 20,000-ഓളം പേർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മുതിർന്ന നേതാക്കൾ, രാജ്യത്തിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ മുതിർന്ന നേതാക്കൾ ഈ ഒരു ഇന്ത്യ സഖ്യത്തിന്റെ പരിപാടിയിൽ ഉണ്ടാകും. മല്ലികാർജ്ജുൻ ഖർഗെ കൂടാതെ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കളടക്കം ഈ പരിപാടിയിൽ ഉണ്ടാകും. രാഹുൽ ഗാന്ധി, തൃച്ചി ശിവ, ഡെറക് ഒബ്രോയിൻ കൂടാതെ ശരത് പവാർ, ഉദ്ധവ് താക്കറെ, സീതാറാം യെച്ചൂരി, ഡി രാജ, ഫറൂഖ് അബ്ദുള്ള, ദീപാങ്കർ ഭട്ടാചാര്യ, ചമ്പൈ സോറൻ, കൽപ്പന സോറൻ എന്നീ മുതിർന്ന നേതാക്കളടക്കം ഈ മഹാറാലിയിൽ പങ്കെടുക്കും. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മറ്റന്നാൾ മഹാറാലി രാംലീല മൈതാനത്ത് സംഘടിപ്പിക്കുന്നത്. ശരി, നിതിൻ പുജനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പിന്തുണയുറപ്പാക്കാൻ ഭവന സന്ദർശനവുമായി മന്ത്രിമാരും ആം ആദ്മി പാർട്ടി നേതാക്കളും മറ്റന്നാൾ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നിശ്ചയിച്ചിട്ടുള്ള പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചാണ് ഭവന സന്ദർശനം. ഞാനും കെജ്രിവാൾ എന്ന തലക്കെട്ടിൽ ലഘുലേഖകളും വിതരണം ചെയ്യുന്നുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ ആയുധം കൂടിയാക്കുകയാണല്ലോ ആം ആദ്മി പാർട്ടി. ഈ ലഘുലേഖകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്? എങ്ങനെയാണ് ഇവരുടെ പരിപാടി? പ്രവിധ, പ്രത്യേകിച്ച് ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള പ്രതിഷേധ സമരങ്ങൾ, അതിലെല്ലാം ആം ആദ്മി മറ്റു മാറ്റങ്ങളിലേക്ക് കൂടി കടന്നിട്ടുണ്ട്. കാരണം ഇന്നലെ തന്നെ ഇത്തരത്തിലൊരു നിശബ്ദ പ്രചാരണം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് ഈ മെട്രോയിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് ലഘുലേഖകൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ നൽകിയിരുന്നു. ഇന്നും ഇന്ത്യ മുന്നണി BJP ആസ്ഥാനത്തേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുവാൻ പദ്ധതി ഇട്ടിരുന്നുവെങ്കിലും പോലീസ് അനുമതി നിഷേധിക്കുകയുണ്ടായി. തുടർന്ന് ആ പ്രതിഷേധ മാർച്ച് അതിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഈ ആം ആദ്മിയിലെ ഡൽഹിയിലെ മന്ത്രിമാർ ഈ ഭവന സന്ദർശനം നടത്തിയത്. അതായത് അതിൽ പ്രധാനമായും ഈ ലഘുലേഖകൾ, അതിന്റെ തലക്കെട്ട് എന്നുള്ളത് മേ ഭി കേജ്രിവാൾ, ഞാനും കേജ്രിവാളാണ് എന്നുള്ളൊരു തലക്കെട്ടോടുകൂടിയുള്ള ലഘുലേഖകളാണ് ഈ ഭവന സന്ദർശനത്തിന്റെ ഭാഗമായി ഈ ആളുകൾക്ക് നൽകിയത്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ വരുന്ന ഞായറാഴ്ച രാംലീല മൈതാനത്ത് നടക്കുന്ന മഹാറാലിയിൽ പിന്തുണ നൽകാൻ അവിടേക്ക് എത്തണമെന്നൊരു അഭ്യർത്ഥനയാണ് മന്ത്രിമാർ നടത്തിയത്. അങ്ങനെ പ്രചാരണം അത് മറ്റൊരു തലത്തിലേക്ക് കൂടി മാറ്റിയിരിക്കുന്നു. അടിത്തട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രചരണം ആം ആദ്മി പാർട്ടി സജീവമാക്കുകയാണ്. ഒരു പക്ഷത്ത് ED നടപടി ശക്തമാക്കുമ്പോഴാണ് മറുവശത്ത് അതിനെതിരെ പ്രതിരോധിച്ചുകൊണ്ടുള്ള ആം ആദ്മിയുടെ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ കൂടി ഇപ്പോൾ സജീവമാകുന്നത്. പ്രവിധ, പ്രതിഷേധത്തിന് പുതിയ വഴി തേടുകയാണ് ആം ആദ്മി പാർട്ടി. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഭവന സന്ദർശനത്തിനൊരുങ്ങുകയാണ് AAP. വിവരങ്ങളാണ് ആർ അച്യുതൻ നൽകിയത്. നെന്മാറ വല്ലങ്ങിവേലയുടെ ഭാഗമായുള്ള വെടിക്കെട്ടിന് ഹൈക്കോടതിയുടെ അനുമതി. ഏപ്രിൽ 2-നാണ് പ്രസിദ്ധമായ നെന്മാറ വല്ലങ്ങിവേല. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് കാണിച്ച് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചിരുന്നു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ, അങ്ങനെ അനുമതി ലഭിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ. പ്രവിധ, പ്രസിദ്ധമായ നെന്മാറ വെല്ലങ്കിവേല ഏപ്രിൽ 1, 2, 3 തീയതികളിൽ നടക്കുകയാണ്. 2-ാം തീയതിയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ. നമുക്കറിയാം, നെന്മാറ വേലയുടെ വെടിക്കെട്ട് എന്ന് പറയുന്നത് പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം ആഘോഷമാക്കുന്ന ഒരു വേലയാണ്. ഏറ്റവും അധികം വെടിക്കോപ്പുകൾ ഉപയോഗിക്കുന്ന ഒരു വേലയാണ്. അതിൻ്റെ വെടിക്കെട്ട് നടത്തുന്നതിനുള്ള അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ജില്ലാ മജിസ്ട്രേറ്റാണ് ഇത്തരത്തിൽ അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ അവർ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ADM-നോട് ആ തീരുമാനം പുനർവിചിന്തനം നടത്താൻ ഹൈക്കോടതി ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന് പിന്നാലെ കൂടുതൽ രേഖകളും മറ്റും ഈ വിവിധ ദേശങ്ങൾ സമർപ്പിച്ചതിന് പിന്നാലെയാണ് അവർക്ക് അനുമതി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും പൂരപ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമം. ഏപ്രിൽ 2-ന് ഈ വെടിക്കെട്ട് ആളുകൾക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിയും. അതിനുള്ള അനുമതി ഇതിനോടകം തന്നെ ലഭിച്ചിരിക്കുകയാണ്. മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് നേരത്തെ ജില്ലാ ഭരണകൂടം ഈ അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് ഈ വേല കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും പൂരപ്രേമികൾക്ക് ആസ്വദിക്കാം. 1, 2, 3-ന് പാലക്കാട്ടേക്ക് എത്താം. നെന്മാറ വേല കൂടി നാടുകളിലേക്ക് ആഘോഷമായ വെടിക്കെട്ട് കണ്ട് മടങ്ങുകയും ചെയ്യാം. പ്രവിധ, നെന്മാറ വല്ലങ്ങിവേലയുടെ പ്രധാന ഭാഗമാണ് വെടിക്കെട്ട്. എന്തായാലും വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. വിവരങ്ങളാണ് നിഖിൽ പ്രമേഷ് നൽകിയത്. ഇടുക്കി സ്പ്രിംഗ് വാലിയിലെ അക്രമകാരിയായ കാട്ടുപോത്തിനെ കാട്ടിലേക്ക് തുരത്താൻ ഉത്തരവ്. ദൌത്യം വിജയിച്ചില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കാനും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. കാട്ടുപോത്ത് ആക്രമണത്തിൽ സ്പ്രിംഗ് വാലി സ്വദേശി MR രാജീവിന് പരിക്കേറ്റിരുന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, ഈ കാട്ടുപോത്തിനെ കണ്ടെത്താനായിട്ടുണ്ടോ?
കാട്ടുപോത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഇത് ജനവാസ മേഖലയിൽ തന്നെ, സ്പ്രിംഗ് വാലി മേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. വനം വകുപ്പിന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ജനവാസ മേഖലയിൽ ഉണ്ട് എങ്കിൽ അതിനെ വനത്തിലേക്ക് തുരത്താൻ വേണ്ടിയുള്ള നടപടി എത്രയും വേഗം സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വനം വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞില്ല എങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും നീങ്ങിയേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. വർക്കലയിൽ ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. മണമ്പൂർ ശങ്കരൻമുക്ക് സ്വദേശി വൈശാഖാണ് മരിച്ചത്. കൊച്ചുവേളി യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ് തട്ടിയത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജീഷ്, അപകടം എങ്ങനെയായിരുന്നു, എപ്പോഴാണ് സംഭവിച്ചത്? ഇന്ന് ഉച്ചയ്ക്ക് ആണ് ഈ സംഭവം നടക്കുന്നത്. കൊച്ചുവേളിയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന യശ്വന്ത്പൂർ എക്സ്പ്രസിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. അതായത് ഇദ്ദേഹം റെയിൽവേ ക്രോസ് മുറിച്ച് കടക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മരിച്ചത് മണമ്പൂർ ശങ്കരൻമുക്ക് സ്വദേശി വൈശാഖാണ്. 36 വയസ്സായിരുന്നു. ഉച്ചയ്ക്ക് 1:25 ഈ അപകടം ഉണ്ടായത്. ഈ പരിക്കേറ്റ ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും വഴിയിൽ വെച്ച് മരിക്കുകയായിരുന്നു. ആത്മഹത്യയല്ല, ഇത് അപകട മരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മൃതദേഹം ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ ആണ് സൂക്ഷിച്ചിരിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. മുക്താർ അൻസാരിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് ജയിലിൽ കഴിയുന്ന മകൻ അബ്ബാസ് അൻസാരി സുപ്രീം കോടതിയെ സമീപിച്ചു. ജയിലിൽ കഴിയുമ്പോഴാണ് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ നേതാവും ഗുണ്ടാ തലവനുമായിരുന്ന മുക്താർ അൻസാരി മരിച്ചത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, വിവരങ്ങൾ. പ്രവിത, ഇന്നലെ മരിച്ച ഉത്തർപ്രദേശിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാവും ഗുണ്ടാ തലവനുമായ മുക്താർ അൻസാരിയുടെ മകൻ അബ്ബാസ് അൻസാരിയാണ് പിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതി വേണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് നിലവിൽ ജയിലിൽ കഴിയുകയാണ് അബ്ബാസ് അൻസാരി. ഈ മുക്താർ അൻസാരിയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ഗാസിപൂരിൽ നടക്കും. അതിനിടെയാണ് അടിയന്തരമായി ഈ ഹർജി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. നിലവിൽ മുക്താർ അൻസാരിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ ഗാസിപൂരിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം മുക്താർ അൻസാരിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഡൽഹി എയിംസിൽ നിന്നുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തണം എന്നാവശ്യപ്പെട്ട് മുക്താർ അൻസാരിയുടെ ഇളയ മകൻ ഉമർ അൻസാരി ജില്ലാ മജിസ്ട്രേറ്റിന് കത്ത് നൽകിയിരുന്നു. ആ കത്ത് എന്നാൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾ നിലവിൽ ബിന്ദിലെ ആശുപത്രിയിലെ 5 ഡോക്ടർ സംഘം തന്നെ നിർവഹിച്ചിരിക്കുകയാണ്. മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി ഇപ്പോൾ സംസ്കരിക്കുന്നതിനായി ഗാസിപൂരിലേക്ക് കൊണ്ടുപോവുകയാണ്. കനത്ത സുരക്ഷയിലാണ് മൃതദേഹം ഗാസിപൂരിലേക്ക് കൊണ്ടുപോകുന്നത്. മുക്താർ അൻസാരിയുടെ മരണത്തെ തുടർന്ന് കടുത്ത പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രവിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ കഞ്ഞിപ്പടത്ത് SN കവല റോഡിൽ നിയന്ത്രണം തെറ്റി കാർ തോട്ടിലേക്ക് വീണു. ഒരു കുട്ടിയടക്കം 5 പേർക്ക് നിസ്സാര പരിക്കേറ്റു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. വണ്ടി ഓവർ സ്പീഡായിരുന്നു. അമിതമായി വേഗത്തിൽ വന്നു. നിയന്ത്രണം തെറ്റി. അവർ ടയർ പൊട്ടിയതാണെന്നാണ് പറഞ്ഞത്. നിയന്ത്രണം തെറ്റി നേരെ ഒരു പാലം ഇടിച്ച് രണ്ട് തൂണ് പിടിച്ചാണ് വണ്ടി കറങ്ങിയാണ് വണ്ടി വീണിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇത്രയും പേരുള്ളത് കൊണ്ട് ആർക്കും ഒന്നും പറ്റാതെ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റി. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ ചേരുന്നു. മനീഷ്, ഇപ്പോൾ സംസാരിച്ചയാൾ പറഞ്ഞതുപോലെ ഓവർ സ്പീഡാണോ അപകടത്തിന് കാരണം? പ്രവിത, അമിത വേഗത തന്നെയാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ എല്ലാവരും പറഞ്ഞത്. ഈ സമയത്ത് ഓടിയെത്തിയതും രക്ഷാപ്രവർത്തനം നടത്തിയതും നാട്ടുകാരാണ്. ഉച്ചയ്ക്ക് ഏകദേശം 12:30 ഈ അപകടം ഉണ്ടാകുന്നത്. ആലപ്പുഴ ദേശീയപാതയിൽ നിന്നും കഞ്ഞിപ്പാടത്തേക്ക് പോകുകയായിരുന്ന ഈ കാറാണ് അമിത വേഗതയിൽ കാർ നിയന്ത്രണം തെറ്റി തോട്ടിലേക്ക് വീണത്. ഒരു കുട്ടിയടക്കം 5 പേർക്ക് പരിക്കേറ്റു. പക്ഷെ എല്ലാവർക്കും നിസ്സാര പരിക്കാണ്. തൊട്ടടുത്ത് തന്നെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ്. അവരെ അവിടെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. കഞ്ഞിപ്പാട് SN കവല റോഡിൽ കൊപ്പാറക്കടവ് പാലത്തിന് കിഴക്കായി വെച്ചായിരുന്നു അപകടം ഉണ്ടായത്. കഞ്ഞിപ്പാട് ഭാഗത്തേക്ക് പോയ കാറിന്റെ നിയന്ത്രണം തെറ്റി ആദ്യം ഒരു മയിൽക്കുട്ടിയിലും പിന്നെ സമീപത്തെ വീട്ടിലേക്കുള്ള തടിപ്പാലവും തകർത്ത് ഈ തോട്ടിലേക്ക് ഈ കാർ തല കീഴായി മറിഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് കാർ ഉയർത്തി അതിൽ നിന്നും ആളുകളെയൊക്കെ തന്നെ
പുറത്തെത്തിച്ചു. പിന്നീട് ഏറെ മണിക്കൂറുകൾക്ക് ശേഷം കാറും റോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉടൻ തന്നെ തകഴിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയത് കൊണ്ട് തന്നെ ഫയർഫോഴ്സിന്റെ വാഹനത്തിൽ നിന്ന് തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെല്ലാവരെയും മാറ്റിയിട്ടുണ്ട്. അമിത വേഗത തന്നെയാണ് ഈ അപകടത്തിന് കാരണമായി വന്നത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഓൺലൈൻ ട്രേഡിംഗ് വഴി നഷ്ടപ്പെട്ട പണം തിരിച്ചുകിട്ടാൻ ഇടപാടുകാർ യുവാവിനെ ബന്ദിയാക്കി. മലപ്പുറം എടവണ്ണയിലാണ് സംഭവം. യുവാവിനെ മോചിപ്പിച്ച പോലീസ് 5 പേരെ കസ്റ്റഡിയിലെടുത്തു. ഷഹദ് റഹ്മാൻ മലപ്പുറത്തുനിന്ന് ചേർന്നു. ഷഹദ്, എന്താണ് സംഭവിച്ചത്? ഈ യുവാവാണോ ഇവരെ ഓൺലൈൻ തട്ടിപ്പിനിരയാക്കിയത്? അതായത് ഓൺലൈൻ ട്രേഡിംഗ് ആണ് ഈ സംഭവം. ഇതിൽ ഈ തട്ടിക്കൊണ്ടുപോയ 5 പേർ പണം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 5 കോടിയോളം രൂപയാണ് ഇവർ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭ്യമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പണം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ യുവാവിനെ ഇവർ തട്ടിക്കൊണ്ടുപോയത്. കാരണം ആ പണം തിരികെ ലഭിക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം. ഈ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ഒരു ആൾതാമസമില്ലാത്ത വീട്ടിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു ഈ സംഘം. തുടർന്ന് ഇവരുടെ വീട്ടുകാരെ ബന്ധപ്പെടുകയും പണം ബാർഗെയിൻ ചെയ്യാനും തുടങ്ങി. കാരണം യുവാവിനെ വിട്ടുകിട്ടണമെങ്കിൽ തങ്ങളുടെ പണം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യഘട്ടത്തിൽ ഈ കുടുംബം പണം നൽകാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പല സ്ഥലങ്ങളിൽ എത്തിച്ച് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്ക് വരാൻ പറഞ്ഞതോടുകൂടിയാണ് ഈ കുടുംബം പോലീസിൽ പരാതി നൽകുന്നത്. എടവണ്ണ അയ്യൂർ സ്വദേശികളായ അജ്മൽ, അതുപോലെ തന്നെ ഷറഫുദ്ദീൻ, പത്തിരിപ്പിരിയം സ്വദേശി അബൂബക്കർ, VP ഷറഫുദ്ദീൻ, വിപിൻ ദാസ് എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇവർ ഈ ഓൺലൈൻ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചവരാണ്. ഇവർക്ക് ഇവരുടെ പണം ലഭ്യമാക്കണം എന്നുള്ളതാണ് ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് 2 വിഭാഗത്തെയും, അതായത് ഈ യുവാവിനെയും ഒപ്പം തന്നെ ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇത്ര ഭീമമായ തുക ഇവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിച്ചു വരികയാണ്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആം ആദ്മി പാർട്ടി നേതാവ് സത്യേന്ദർ ജെയിനെതിരെ CBI അന്വേഷണത്തിന് അനുമതി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അനുമതി നൽകിയത്. വിവാദ വ്യവസായി സുകേഷ് ചന്ദ്രശേഖറാണ് സത്യേന്ദർ ജെയിനെതിരെ ആരോപണം ഉന്നയിച്ചത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേർന്നു. ബൽറാം, ആം ആദ്മിക്ക് വീണ്ടും കുരുക്കായി സത്യേന്ദർ ജെയിനെതിരെ CBI അന്വേഷണം കൂടി വരികയാണല്ലോ, വിവരങ്ങൾ. പ്രവിത, നിലവിൽ തന്നെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ കഴിയുകയാണ്, ജയിലിൽ കഴിയുകയാണ് സത്യേന്ദ്ര ജെയിനെതിരെ വിവാദ വ്യവസായിയായ സുകേഷ് ചന്ദ്രശേഖർ ഉന്നയിച്ച ആരോപണത്തിലാണ് ഇപ്പോൾ CBI അന്വേഷണത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയുടെ ശുപാർശ അനുസരിച്ചായിരുന്നു ആഭ്യന്തര മന്ത്രാലയം ഈ CBI അന്വേഷണത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. തന്റെ പക്കൽ നിന്നും 10 കോടി രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് സുകേഷ് ചന്ദ്രശേഖർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്നുള്ളത്. 2018 മുതൽ 2021 വരെയുള്ള കാലയളവിലാണ് തന്റെ പക്കൽ നിന്നും ഈ 10 കോടി രൂപ ആം ആദ്മി പാർട്ടി നേതാക്കൾ, അത് സത്യേന്ദ്ര ജെയിന്റെ നേതൃത്വത്തിലാണ് ഇത് വാങ്ങിയത് എന്നുമാണ് സുകേഷ് ചന്ദ്രശേഖർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഇതിലാണ് ഇപ്പോൾ CBI അന്വേഷണം കൂടി നേരിടുന്നത്. നിലവിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും CBIയുടെയും കേസുകൾ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ നേരിടുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഇപ്പോൾ മറ്റൊരു കേസിൽ സുകേഷ് ചന്ദ്രശേഖർ ഉന്നയിച്ച ആരോപണത്തിൽ കൂടി CBI അന്വേഷിക്കാൻ ഒരുങ്ങുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ജനാധിപത്യത്തെ നയിക്കേണ്ടവർ പണത്തിന്റെ പിൻബലത്തിലാണ് കടന്നുവരുന്നതെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. മുടക്കിയത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ചുറ്റും നടക്കുന്നത്. പണം ഉപയോഗിച്ച് വിജയം നേടാൻ നടത്തുന്ന ശ്രമം ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു.